ഒരു കഥ സൊല്ലട്ടുമാ. കുടുംബ ബന്ധങ്ങളില്ലാത്ത ഒരു സ്ത്രീ, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൻ്റെ വിലയറിയാത്ത ഒരു സ്ത്രീ, അവരൊരു ചാനൽ തുടങ്ങിയ കഥ. നിരന്തരമായി, എങ്ങനെയെന്നാൽ വർഷങ്ങളോളം, ഒരു സ്ത്രീയെക്കുറിച്ച് അവിഹിത കഥകൾ മാത്രം പറഞ്ഞു പരത്തുന്ന ഒരു സ്ത്രീ. ഇവർ അവഹേളിക്കുന്നത് 3 വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ. ആളെ മനസ്സിലായില്ലേ? നമ്മുടെ നിജിലയെ. 3 വിവാഹങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷം വീണ്ടും ജീവിതത്തിലേക്ക് മുന്നോട്ടു പോകാൻ ധൈര്യം കണ്ടെത്തിയ ഒരു സ്ത്രീയെ അവളുടെ പഴയ ജീവിതം കുത്തിപ്പൊക്കി 4ാമത്തെ വിവാഹവും തകർക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ തകർച്ചയാണ്. ഇത് സദാചാരമല്ല, ഇത് നീതിയല്ല. ഒരാളുടെ കഴിഞ്ഞ കാലം എടുത്തു കാട്ടി ഇപ്പോഴത്തെ സന്തോഷം വിഷമമാക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം മനസ്സിലെ ദാരിദ്ര്യത്തിൻ്റെ പരസ്യ പ്രകടനമാണ്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് കയറി അവളുടെ തെറ്റുകളെ എണ്ണി പറയുമ്പോൾ അവൾ സംരക്ഷിക്കുന്നത് അവളുടെ അസൂയകളെ തന്നെ. വിവാഹം പരാജയപ്പെടുന്നത് കുറ്റമല്ല, പക്ഷേ പരാജയപ്പെട്ട ഒരാളെ വീണ്ടും വീഴ്ത്താൻ ശ്രമിക്കുന്നത് അത്യന്തം ക്രൂരമായ സാമൂഹിക അക്രമമാണ്. നിനക്ക് മുമ്പ് 3 വിവാഹം കഴിഞ്ഞില്ല എന്ന ചോദ്യം ചോദിക്കുന്നവൾ യഥാർത്ഥത്തിൽ പറയുന്നത് ഇതാണ്: നീ വീണ്ടും സന്തോഷിക്കാൻ അർഹയല്ല. ഇതാണ് ഏറ്റവും അപകടകരമായ ചിന്ത. കാരണം അത് സ്ത്രീയുടെ സ്വയം നിർണയ അവകാശത്തോടുള്ള യുദ്ധമാണ്. ഇവിടെ തെറ്റുകാരി വീണ്ടും വിവാഹം കഴിച്ച സ്ത്രീയല്ല. തെറ്റുകാരി അവളുടെ ജീവിതം വീണ്ടും തകർക്കാൻ ശ്രമിക്കുന്ന കരുണയില്ലാത്ത, പരിണാമമില്ലാത്ത ഈ നീച മനസ്സിൻ്റെ ഉടമയായ സ്ത്രീയാണ്. ഒരു സമൂഹം പുരോഗമിക്കുന്നത് ഒരു സ്ത്രീ പരാജയപ്പെട്ടാൽ കല്ലെറിയുമ്പോഴല്ല, വീണാൽ എഴുന്നേൽക്കാൻ കൈ കൊടുക്കുമ്പോഴാണ്. ഇനി നേരെ കാര്യത്തിലേക്ക് വരാം. 1 വർഷത്തോളമായി ഒരു സ്ത്രീയെ നിരന്തരം അവഹേളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു രായമ്മ എന്ന സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ജീവിക്കുവാൻ വേണ്ടി മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള കാര്യം ബോധ്യമായത് ഇവരെ കണ്ടപ്പോഴാണ്. അങ്ങനെ ഭർത്താവില്ലാതെ കഴിഞ്ഞ നജില വീണ്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിയപ്പോൾ ഒരു നീച മനസ്സും ചെയ്യാത്ത ദുഷ്പ്രവൃത്തി ഇവർ ചെയ്യാൻ ആരംഭിച്ചു. ഒരു ഭാര്യയെക്കുറിച്ച് ഒരു ഭർത്താവ് കേൾക്കാൻ ആഗ്രഹിക്കാത്ത കഥകൾ സ്വന്തം ചാനലിലൂടെ ഇവരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര വലിയ നീച കൃത്യമാണ്. ഇവരെ മാത്രമല്ല, മുമ്പ് ഈ പരട്ട സ്ത്രീ എനിക്കും പലതരത്തിൽ മോശത്തരങ്ങൾ ഉണ്ടാക്കി നൽകി. ഞാൻ സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്നവനാണെന്നും എൻ്റെ ഭാര്യയെയും ഉമ്മയെയും വരേക്കും ഇവർ അവിഹിതത്തിലേർപ്പെടുത്തി. അവസാനം ഇവർ പറഞ്ഞ ഒരു വാക്ക് കേട്ടോ നിങ്ങൾ? അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന്. എന്നെക്കുറിച്ച് സർവ്വ അപവാദവും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവർ എന്നോട് ചോദിച്ചത് നോക്കൂ: സൂഫി, നീ യഥാർത്ഥത്തിൽ നല്ലവനാണോ മോശമാണോ? നിന്റെ കാര്യത്തിൽ എനിക്ക് ശരിയായ നിഗമനം നടത്താൻ കഴിയുന്നില്ല എന്ന്. ആദ്യമായിട്ട് ഒരാൾ നല്ല വ്യക്തി എന്ന് പറയേണ്ട സാഹചര്യം ഇവർക്ക് വരാതിരിക്കുവാൻ വേണ്ടി ഞാൻ അവിടെ പറഞ്ഞു: ഞാൻ വളരെ മോശമാണ് താത്ത. പക്ഷേ അത് നിങ്ങൾ പറഞ്ഞ പോലെയല്ല. സകലർക്കും കാണും വീഴ്ചകൾ സാമ്യമായി നോക്കിയാൽ. ഇപ്പോൾ മനസ്സിലായില്ലേ ഇവർ എങ്ങനെയാണ് മനുഷ്യരെ വിലയിരുത്തുന്നത് എന്നും? യാതൊരു തെളിവുമില്ലാതെ വായയിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്നും. എന്നെക്കുറിച്ച് ഇനി ഒന്നും തന്നെ പറയാനില്ല. അത്രയും ഇവരുടെ ചാനലിലൂടെ എന്നെ മോശമാക്കിയതിന് ശേഷമാണ് ഇവർ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കഴിഞ്ഞ് ഇവർക്ക് ചാനലിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു നൽകിയ അഷ്കർ മലബാർ എന്ന ഈ പാവം മനുഷ്യനെ ഇവർ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ കാണണോ? അതിൻ്റെ കാരണമെന്താണെന്നറിയണോ? കൂടാതെ അസൂറ ബീവി എന്ന ഒരു ചാനലുണ്ടായിരുന്നു യൂട്യൂബിൽ. 55ഓളം വയസ്സുള്ള ഒരു പാവം താത്ത. അവരും ഇവരെ വിശ്വസിച്ച് കൂടെ നിർത്തി. ആ അസൂറ താത്തയെയും ഈ അഷ്കർക്കയെയും ഇവർ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഇവരുടെ സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഇവർ തമ്മിൽ എന്തിന് തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കണോ? ഈ സ്ത്രീ നിരന്തരമായി നജില എന്ന സഹോദരിയെ വേട്ടയാടുന്നത് കണ്ടപ്പോൾ ഈ 2 പേരും ഇവരോട് പറഞ്ഞു: ഇനി അത് വിട്ടുകള, ഇങ്ങനെ തുടർന്ന് പോകുന്നത് ശരിയല്ല എന്നും. ഇവരുടെ സൗഹൃദത്തിലാകുമ്പോൾ തന്നെ ഈ 2 പേരും നജിലയെ കുറച്ച് വിമർശിച്ചപ്പോൾ അതിലും ഇവർക്ക് കുറ്റബോധം തോന്നി. ഇവർ നജിലയോട് പൊരുത്തം ചോദിച്ചു. അതോടുകൂടി ഈ താത്താക്ക് സൈത്താനിളക്കം ആരംഭിച്ചു. പിന്നീട് ഒരു മരുന്നും ഇവർക്ക് ഫലം ചെയ്തില്ല. അവർ പിന്നെ നേരെ തിരിഞ്ഞത് ഈ അഷ്കറിൻ്റെ നേരെയും ഈ പാവം അസൂറത്താത്തയുടെ നേരെയും. ഇനിയും
ഒരു അനാവശ്യവും ഇവരെക്കുറിച്ച് പറയാനില്ല. അത് ഇവരുടെ ലൈവുകളും കമ്മ്യൂണിറ്റി പോസ്റ്റുകളും നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി ഇപ്പോഴും കാണാം. ഇതൊക്കെ എങ്ങനെ പറയുന്നു എന്നുള്ളത് നിങ്ങൾക്കറിഞ്ഞില്ലേ? എന്നെക്കുറിച്ച് ഇവർ യാതൊരു വ്യക്തതയുമില്ലാതെ പറഞ്ഞതെന്തോ അതുപോലെ തന്നെ ഇവരെക്കുറിച്ചും പറഞ്ഞു. കുടുംബമായി ജീവിക്കുന്ന ഇവരെ കുടുംബത്തിലേക്ക് കയറി മക്കൾക്ക് പോലും അവിഹിതങ്ങളുണ്ടാക്കി അത് സാമൂഹ്യ മാധ്യമത്തിൽ യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്ക് പറയാൻ ലജ്ജയില്ലാത്ത ഒരു നീച സ്ത്രീയാണിവർ എന്ന് മനസ്സിലാക്കാൻ ഈ പോസ്റ്റും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാനൊന്ന് വായിച്ചു നൽകട്ടെ. ഗൈസ്, എൻ്റെ പേര് മലബാർ എന്നാണ്. ഗൈസ്, മലബാറുകളായി തന്നാൽ ഞാൻ അങ്ങനെ തന്നെ അത് വിഴുങ്ങും. എനിക്ക് ഏറ്റവും ഇഷ്ടം സ്ത്രീകളുടെ പിന്നാലെ പാത്തും പതുങ്ങിയും പോയി അവരുടെ ബാക്കി നിങ്ങൾ വായിക്കണം നോക്കലാണ് എന്നിങ്ങനെ ഇനി ഒരു അനാവശ്യവുമില്ല പറയാൻ. വെടി, വേശ്യ, തേവിടിച്ച് എന്നൊക്കെ ഒരു ലജ്ജയും ഉളുപ്പുമില്ലാതെ സ്വന്തം ചാനലിൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഇവർ ഇതൊക്കെ പറയുന്നത് വെറും പുഴുത്ത നാവുകൊണ്ടാണ്, അല്ലാതെ ഇതിൽ യാതൊരു കഴമ്പും ഉണ്ടായതുകൊണ്ടല്ല. ഇതൊക്കെ പോട്ടെ, ഒരു സ്ത്രീ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ക്രൂരപരമായ പെരുമാറ്റം. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ചാനൽ അത് നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങുന്നവർ. സമൂഹത്തിൽ ഒട്ടേറെ പേർക്ക് ഇവരുടെ അസുഖം മനസ്സിലായിട്ടുണ്ട്. അവർ ഇവരോട് കമൻറ്റ് ബോക്സിലൂടെ അവരുടെ അഭിപ്രായം പറയുമ്പോൾ ഇവർ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇറങ്ങിപ്പോ. സൗഹൃദത്തിന് വലിയ വിലയുണ്ടെന്ന് പറയുന്ന ഇവർ ഇവരുടെ എത്ര സൗഹൃദങ്ങളെ അവഹേളിച്ചു എന്നറിയുമോ? എന്നിട്ടും ഇവരുടെ കമൻറ്റ് ബോക്സുകളിൽ ചില ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ സ്വന്തം ഐഡികൾ തന്നെയാണ്. അത് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി സമാപനം. ഇതോടുകൂടി നിർത്തിക്കോ. നെജിലാക്ക് നിങ്ങൾ 4 സ്ട്രൈക്കുകൾ നൽകി. നിങ്ങളുടെ വിചാരം, നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങളെ ഉണ്ടാക്കി നൽകിയ നെജിലയുടെ ചാനൽ ഇല്ലാതാകണമെന്നത് അത് സ്വയം നിങ്ങൾ നിങ്ങളുടെ വയറ്റത്തടിക്കുന്നത് പോലെ തന്നെ. കാരണം നെജിലയില്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ചില്ല, നിങ്ങൾക്ക് ചാനലുമില്ല. ഇത് നിങ്ങൾക്ക് സംശയമുണ്ടോ എങ്കിൽ ഒരാഴ്ച നിങ്ങൾ നെജിലയെ ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ആരാണ് എന്ന്, സമൂഹത്തിൽ നിങ്ങൾക്ക് എന്ത് വിലയുണ്ട് എന്ന്. ആദ്യം നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത് അതെന്തുകൊണ്ടെന്നാൽ ഇതുവരെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വാക്കുപോലും നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ പറഞ്ഞില്ല. അവരുടെ ഫോട്ടോ നിങ്ങൾ നൽകിയില്ല. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് തലയിൽ തട്ടമിട്ടിരിക്കുന്ന ഈ താത്താനോട് ഒരു വെല്ലുവിളി നടത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖ ഒന്ന് കാണിക്കാമോ? അതല്ലെങ്കിൽ നെജിലയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാമോ? സ്വന്തം ഐഡൻറ്റിറ്റി പോലുമില്ല. എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ചികയുന്നത് എന്തിനാണ്? നിങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും നടക്കില്ല. നെജിലയുടെ ചാനലിന് ഒന്നും തന്നെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാലും അവളെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഇവിടെയുണ്ട്. അവർ അവളുടെ പുതിയ ചാനലിലൂടെ അവളെ കണ്ടെത്തും. അപ്പോഴും നിങ്ങൾക്ക് ഈ പുലഭ്യം പറയൽ തന്നെ ജോലിയായി മാറും. അതല്ല താത്ത, നിങ്ങൾക്ക് നെജില വിവാഹിതയായപ്പോൾ ഇനി പഴയ അവിഹിത കഥകൾ പറഞ്ഞ് റീച്ചുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള വേവലാതിയാണോ ഇതിൻ്റെ പിന്നിൽ? അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ നിന്നെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. അല്ലെങ്കിൽ ആണായ ഒരുത്തൻ നിന്നെ കെട്ടിയിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആകുമായിരുന്നില്ല. ഇതെന്താണാവോ അവസ്ഥ?